ചങ്ങരയിൽ ബന്ധിക്കപ്പെട്ടിരുന്ന 11 വയസ്സുകാരി സ്നേഹ ഇനി തണലിലേക്ക്. പാലക്കാട് കൽപ്പാത്തി സുന്ദരം കോളനിയിൽ മാതാപിതാക്കൾ മരിച്ചതിനു പിന്നാലെ ഒറ്റപ്പെട്ട ഭിന്നശേഷിക്കാരിയാണ് പീസ് വാലി റീഹാബിലിറ്റേഷൻ സെന്റർ ഏറ്റെടുത്തത്. ഇതായിരുന്നു അടുത്ത ദിവസം വരെ സുന്ദരം കോളനിയിലെ 11-കാരിയുടെ അവസ്ഥ. മാനസിക വിഭ്രാന്തി പ്രകടിപ്പിച്ചിരുന്ന 11-കാരി പലപ്പോഴും വീടിന് പുറത്തേക്ക് ഓടിപ്പോകുന്നതിനാലാണ് കാലിൽ ചങ്ങലയിട്ട് കട്ടിലിൽ ബന്ധിച്ചിരുന്നത്. ഒരാഴ്ച മുൻപ് മാതാവ് മരിച്ചതോടെയാണ് 11-കാരി അനാഥയായത്. 2 വർഷം മുൻപ് ക്യാൻസർ ബാധിച്ചാണ് കുട്ടിയുടെ പിതാവ് മരിച്ചത്. സഹോദരി മാത്രമാണ് കുടുംബത്തിൽ അവശേഷിച്ചിരുന്നത്. പീസ് വാലി കുട്ടിയെ ഏറ്റെടുക്കുന്നതിലൂടെ സുരക്ഷയുടെ കാര്യത്തിൽ ആശ്വാസമെന്നാണ് സഹോദരി പറയുന്നത്. എനിക്ക് കുട്ടിനെ കൊണ്ടുപോകുന്നതിന് സന്തോഷം തന്നെയാണ്. ഒന്നാമത്തേത് ഞാൻ ജോലിക്ക് പോണതുകൊണ്ട് ഇവിടെ ആരുമില്ല, നിവർത്തിയില്ലാത്തത് കൊണ്ടാണ്. ഇപ്പം ഞാൻ ജോലിക്ക് പോയിട്ട് എന്നെ കൊണ്ട് വീട്ടിൽ കഴിയാൻ പറ്റുള്ളൂ. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. ഇവിടെ നോക്കാനുള്ള ആളുകളും ഇല്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ആളില്ല പറഞ്ഞാൽ പുറത്തേക്ക് ഓടിപ്പോവും. അതൊക്കെ കാരണം കൊണ്ടിട്ടാണ് ഞാനിങ്ങനെ വിടുന്നത്. പ്രദേശത്തെ പൊതുപ്രവർത്തകർ 11-കാരിയുടെ ദയനീയാവസ്ഥ പീസ് വാലി അംഗങ്ങളെ അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് ജില്ലാ ഭരണകൂടത്തെയും CWCയെയും ബന്ധപ്പെട്ട് പീസ് വാലി പ്രവർത്തകരെത്തി 11-കാരിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയത്. പീസ് വാലിക്ക് കീഴിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള ഫിറ്റ് ഫെസിലിറ്റി സെന്ററിലാണ് കുട്ടിയെ പ്രവേശിപ്പിച്ചത്. പീസ് വാലിയിൽ ഭിന്നശേഷിക്കാരായ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പാർപ്പിക്കുന്ന ഫിറ്റ് ഫെസിലിറ്റി ഫോർ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്നൊരു സ്ഥാപനമുണ്ട്. അവിടെ കുട്ടിക്ക് ആവശ്യമായ ചികിത്സയും വ്യത്യസ്ത തെറാപ്പികളും കൊടുത്ത് ആ കുട്ടിയുടെ കാര്യങ്ങൾ സ്വന്തം ചെയ്യുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കുന്ന ലക്ഷ്യം. ചികിത്സയിലൂടെയും വ്യത്യസ്ത തെറാപ്പികളിലൂടെയും 11-കാരിയെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്ന് പീസ് വാലി ഭാരവാഹികൾ പറഞ്ഞു. 24 പാലക്കാട്.